ഹായ് ഹലോ മാസ്റ്റർ കീ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പഷൻ അതുപോലെ തന്നെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് അതിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്യൂവൽ എത്തുന്നത്, അല്ലേ? കമ്പഷന് വേണ്ടിയിട്ട് എത്രമാത്രം ഫ്യൂവൽ നമുക്ക് അവിടേക്ക് എത്തിക്കാം, എങ്ങനെയൊക്കെ എത്തിക്കാം എന്നുള്ള രീതിയിലൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. സിലബസ് പ്രകാരം എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം എങ്ങനെ നമുക്ക് പഠിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഫ്യൂവൽ ഫീഡ് സിസ്റ്റം എന്തൊക്കെ മനസ്സിലാക്കി വെക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. റെഡി അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂവൽ ഫീഡ് സിസ്റ്റം ഈസ് ദ സിസ്റ്റം ദാറ്റ് സ്റ്റോർ ഫിൽറ്റേഴ്സ് ആൻഡ് സപ്ലൈസ് ഫ്യൂവൽ ഫ്രം ദ ഫ്യൂവൽ ടാങ്ക് ടു ദ എഞ്ചിൻ അറ്റ് ദ കറക്റ്റ് പ്രഷർ ആൻഡ് ക്വാളിറ്റി റിക്വയർഡ് ഫോർ ദ കമ്പഷൻ. അതായത് ഒരു കമ്പഷൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് ക്വാളിറ്റിയിലും പ്രഷറിലും, ആലോചിച്ച് വെക്കുക, ഒരു കമ്പഷൻ ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയിലും പ്രഷറിലും ഫ്യൂവലിനെ എവിടേക്ക് എത്തിക്കുക? നമ്മുടെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുക. അവിടേക്ക് കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, ഫ്യൂവലിനെ സ്റ്റോറേജ്, ആൾറെഡി നമ്മൾ ഫ്യൂവൽ ടാങ്കിൽ സ്റ്റോറേജിലായിരിക്കും. അതുപോലെ തന്നെ ആ ഫ്യൂവലിനെ എന്തുണ്ട്, ഫിൽട്ടർ ചെയ്യണം. അതുപോലെ തന്നെ സപ്ലൈസ് ചെയ്യണം, എന്തിന്? നമ്മുടെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കണം. അപ്പോൾ ഒരു കമ്പഷൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവലിനെ ഫിൽട്ടർ ചെയ്തിട്ട് അതിന്റെ അനുയോജ്യമായിട്ടുള്ള ലെവലിലേക്ക് എത്തിച്ച് ഫിൽട്രേഷൻ നടന്ന് ക്ലീൻ ആക്കിയതിനു ശേഷം ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു സെക്ഷനാണ്. സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫ്യൂവൽ ഫീഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി നമുക്കറിയാം ഏകദേശം 4ഓളം ഫ്യൂവൽ ഫീഡ് സിസ്റ്റം ആണ്. ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 4 ഫ്യൂവൽ ഫീഡ് സിസ്റ്റം ആണ്. ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, വാക്വം ഫീഡ് സിസ്റ്റം, പമ്പ് ഫീഡ് സിസ്റ്റം, ഇൻജക്ഷൻ സിസ്റ്റം. ആലോചിച്ച് നോക്കാം, ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, വാക്വം ഫീഡ് സിസ്റ്റം, പമ്പ് ഫീഡ് സിസ്റ്റം ആൻഡ് ഇൻജക്ഷൻ ഫീഡ് സിസ്റ്റം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പഠിച്ചു വരാം. ഇത് പല സാഹചര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, പല സാഹചര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പഠിച്ചു വരുമ്പോൾ ആദ്യം തന്നെ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, എന്താണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം എന്ന് നോക്കാം, അല്ലെ? ഗ്രാവിറ്റി, പേരിലുള്ളത് പോലെ തന്നെ എന്തിനാണ് നമ്മൾ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം? ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ സെൻട്രലിലേക്ക് ഒരു ആകർഷണം, ഗുരുത്വാകർഷണം ഉണ്ട്. അതിനാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ, അല്ലെ? അതേപോലെ തന്നെ ഈ ഒരു ഗുരുത്വാകർഷണം മൂലം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ഈ ഒരു ഗുരുത്വാകർഷണം മൂലം വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഫ്യൂവൽ പെട്രോൾ ടാങ്ക് ഈസ് കെപ്റ്റ് ജസ്റ്റ് എബവ് ദ എഞ്ചിൻ സെറ്റപ്പ്, അല്ലെ? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഫ്യൂവൽ ടാങ്ക് എവിടെ ഉണ്ടാവുക? എഞ്ചിൻ സെറ്റപ്പിന്റെ മുകളിലാണ്. ഞാൻ ഒന്നുകൂടി വരച്ചുതരാം. ഇവിടെ എഞ്ചിൻ വരച്ചു, അല്ലെ? എഞ്ചിൻ ഫിറ്റ് ചെയ്തു. അതിന്റെ തൊട്ട് മുകളിലായിരിക്കണം എന്ത് വരുന്നത്? നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. അപ്പോ എങ്ങനെ നടക്കുക? തൊട്ട് മുകളിലായതിനെ കൊണ്ട് ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? അണ്ടർ ദി ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തും. ആ ഒരു രീതിയിലാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് കീപ് ദ എഞ്ചിൻ സെറ്റപ്പിന്റെ തൊട്ട് മുകളിലേക്കും, സോ ദാറ്റ് ദ പെട്രോൾ ഇൻ ദ ഫ്യൂവൽ ടാങ്ക് റീച്ചസ് ദ കാർബറേറ്റർ ഡ്യൂ ടു ദ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, അല്ലെ? പെട്രോൾ എവിടേക്ക് എത്തുന്നത്? കാർബറേറ്ററിലേക്ക് എത്തുന്നത് അണ്ടർ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ആ ഗ്രാവിറ്റി മുഖാന്തരമായതിനെ കൊണ്ട് നമുക്ക് മറ്റേ പമ്പുകളോ മറ്റ് എക്യുപ്മെന്റ്സുകളോ ഒന്നും നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, ഒരു ടാപ്പ് ഉണ്ട്, പൈപ്പ് ഹോസുകൾ ഉണ്ട്. നേരെ ഫിൽട്ടർ മുഖാന്തരം കാർബറേറ്ററിലേക്ക് എത്തുന്നു. നോക്കൂ എങ്ങനെയാണ് ഇത് എത്തുക? ഈ ഒരു സാഹചര്യം നോക്കൂ, ഇവിടുന്ന് മുകളിലാണ് ഈ ഒരു ലെവൽ, നമ്മുടെ കാർബറേറ്ററിന്റെ ലെവലിന്റെ മുകളിലാണ് എന്ത് വരുന്നത്? ഒരു ഹൈ ലെവലിലാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. ഇവിടുന്ന് ഒരു ഗ്രാവിറ്റിയുടെ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നു? ഈ ഫ്യൂവൽ നേരെ നമ്മുടെ കാർബറേറ്ററിലേക്ക് എത്തുന്നു. കാർബറേറ്ററിന് എഞ്ചിനിലേക്ക് എയർ ഫ്യൂവൽ മിക്സർ ഒക്കെ ചെയ്തിട്ട് എഞ്ചിനിലേക്ക് എത്തുന്നു. ജസ്റ്റ് ഈ ഒരു സെറ്റപ്പ്, നമ്മുടെ കാർബറേറ്റർ ഇവിടെ ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ കാർബറേറ്റർ സ്ട്രെയിനർ ഉണ്ട്, വാൾവ്, ഡ്രെയിൻ വാൾവ് എല്ലാം യൂസ് ചെയ്ത് ഫിൽട്ടർ ഒക്കെ ഫിൽട്ടറിലൂടെ ഒക്കെ കടന്നു വന്ന് നമ്മുടെ എഞ്ചിനിലേക്ക്, നമ്മുടെ കാർബറേറ്ററിലേക്ക് എത്തുന്നു. കാർബറേറ്ററിന് എഞ്ചിനിലേക്ക് എത്തുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. ബേസിക്കലി ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിന്റെ എഞ്ചിന്റെ പൊസിഷൻ എവിടെയാണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്റെ ചോദ്യം ഇങ്ങനെയാണ്, ഈ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ പേര് പറയാൻ പറ്റുമോ?
അല്ലേ? ബേസിക്കലി നമ്മുടെ മോട്ടോർ വാഹനങ്ങളൊക്കെ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റമാണ് എസ്പെഷ്യലി. അതായത് ഈ നൂതന കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള വലിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള വണ്ടികളല്ല. പഴയ കാലങ്ങളിൽ നമ്മുടെ അത്ര പഴയതും അല്ല ഇത്ര അല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. എഞ്ചിൻ്റെ മുകളിൽ ഫ്യൂൽ ടാങ്ക്, നമ്മുടെ ഫ്യൂൽ ടാങ്ക് എവിടെ ഉണ്ടാവും അതിൻ്റെ താഴത്തെ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ നമ്മുടെ ഫ്യൂൽ ടാങ്കുകൾ യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ നമ്മളെന്ത് പറയുന്നത് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. ഒന്നാമത്തെ സിസ്റ്റം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. ഇവിടെ ആകെ പഠിച്ചിരിക്കേണ്ടത് എഞ്ചിനും ഫ്യൂൽ ടാങ്കും തമ്മിലുള്ള ആ ഒരു സെറ്റപ്പ് എവിടെയാണ്, ആ ഒരു ബന്ധമാണ് മാത്രമാണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ്, ദ എയർ ഫ്രം ദ എയർ ഫിൽട്ടർ. അത് നോക്കുക, അതിന്റെ പ്രത്യേകത, അതിന്റെ വർക്കിംഗ് നോക്കുക. ദ എയർ ഫ്രം ദ എയർ ഫിൽട്ടർ ആൻഡ് പെട്രോൾ ഫ്രം ദ പെട്രോൾ ടാങ്ക് മിക്സ് ദ സപ്ലൈ ഇൻ ടു ദ ഇൻലെറ്റ് മാനിഫോൾഡ് ഓഫ് ദ എഞ്ചിൻ. എഞ്ചിനിലേക്ക് ഇൻലെറ്റ് മാനിഫോൾഡ് ഓഫ് എഞ്ചിൻ. ദിസ് മെത്തേഡ് ആർ കോമൺലി യൂസ് ഇൻ 2 വീലേഴ്സ്. ആലോചിച്ച് നോക്കുക, ഈ മെത്തേഡുകൾ ഞാൻ പറഞ്ഞു 2 വീലേഴ്സുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഹെവി വണ്ടികളിൽ വളരെ കുറവാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നില്ല എന്നെ സാരം. കാരണം 2 വീലേഴ്സിലാണ് കൂടിയിരുന്നത്. ലൈക്ക് മോണോപോഡ്, അതുപോലെ തന്നെ സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ പോലുള്ള വണ്ടികളിൽ നമുക്ക് എന്ത് കാണാറുണ്ട്, ഈ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം കാണാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ദിസ് മെത്തേഡ് കാൻ ബി യൂസ്ഡ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. മൾട്ടി സിലിണ്ടർ എഞ്ചിൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഹെവി ഡ്യൂട്ടി എഞ്ചിൻ ബിക്കോസ് ഇറ്റ് ഹാസ് പ്ലേസ്ഡ് നിയർ ദ എഞ്ചിൻ ഫ്യൂൽ ടാങ്ക് ദർ ഈസ് പോസിബിലിറ്റീസ് ഓഫ് കാച്ചിങ് ഫയർ. ആലോചിച്ച് നോക്കുക, കാച്ചിങ് ഫയർ അല്ലെ? ആലോചിച്ച് നോക്കുക, നോക്കൂ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തോണം തന്നെ ഇവിടെ ഒരു എഞ്ചിൻ ഉണ്ട് അല്ലെ? എഞ്ചിന്റെ തൊട്ട് മുകളിൽ എന്നാ പറഞ്ഞത്, എഞ്ചിന്റെ തൊട്ട് മുകളിൽ നിന്ന് നിയറസ്റ്റ് ആയിട്ട് ഒന്നുണ്ട് ടാങ്ക്, ഫ്യൂൽ ടാങ്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എഞ്ചിന്റെ തൊട്ട് നിയറസ്റ്റ് ആയിട്ട് ഫ്യൂൽ ടാങ്ക് പ്ലേസ് ചെയ്തത് കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത, എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ? ഒരു എക്യുപ്മെന്റ് ആണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആയതിനെ കൊണ്ട് തൊട്ടടുത്തൊരു ഫ്യൂൽ ടാങ്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഫ്യൂൽ ടാങ്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താ? ഈ ഫ്യൂൽ ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പഷൻ നടക്കുന്ന, പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഫ്യൂൽ എന്ന് പറഞ്ഞാൽ. ഒരു ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. ആ കത്തിപ്പിടിക്കുന്ന ഒരു ഇന്ധനമായിരിക്കും നമ്മൾ അവിടെ ഒലിച്ചിട്ടുണ്ടാവുക, പെട്രോൾ ആയാലും ഡീസൽ ആയാലും. അപ്പം ഈ എഞ്ചിൻ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന സമയത്ത് ടാങ്ക് ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ആവാനുള്ള സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിലും അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി എഞ്ചിനുകളിലും. പോയിന്റ് മനസ്സിലാക്കുക, മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിൽ ഒന്നാമത്തെ പോയിന്റ് മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിലും അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ഹെവി ഡ്യൂട്ടി എഞ്ചിനുകളിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? ഈ ഒരു ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസിബിലിറ്റീസ് ഓഫ് കാച്ചിങ് ഫയർ. അതൊരു തീ അല്ലെ, പെട്ടെന്ന് കത്താൻ, ഫ്യൂൽ ടാങ്കിലുള്ള ഫ്യൂൽ വേഗം കത്തിപ്പിടരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിൽ ഇത് യൂസ് ചെയ്യാറില്ല എന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? ഓക്കെ, തൊട്ടടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാക്വം ഫീഡ് സിസ്റ്റം ആണ്. എന്താണ് വാക്വം ഫീഡ് സിസ്റ്റം? പേരുള്ളത് പോലെ തന്നെ വേക്കം എന്ന് പറഞ്ഞാൽ ശൂന്യത, ഒന്നുമില്ലായ്മയാണ് നമ്മൾ വേക്കം എന്ന് പറഞ്ഞാൽ. വേക്കം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മ. ഞാൻ ഈ റൂമിലുള്ള എയർ ഒക്കെ കംപ്ലീറ്റ്ലി ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലായ്മ, ശൂന്യത അല്ലെ? എയർ ഒന്നുമില്ല, ഒരു ശൂന്യത. നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തൊക്കെ ഒരു വേക്കം ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അവിടെ എയർ എന്ന് പറഞ്ഞ സാധനമല്ല, ഒരു ഒന്നുമില്ലായ്മ, ശൂന്യത. അതിനാണ് വേക്കം എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ആക്ച്വേറ്റഡ് ബൈ ദ വാക്വം ഓഫ് ദ എഞ്ചിൻ. എഞ്ചിനിൽ നമ്മളൊരു വാക്വം ക്രിയേറ്റ് ചെയ്യാണ്. The vacuum created by inlet manifold sucked the petrol from the fuel tank and saved for small substitute tank. ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തുന്നത് അണ്ടർ ദി ഫോഴ്സ് ഓഫ് വാക്വം. ഫോഴ്സ് ഓഫ് എന്ന് പറയാൻ പറ്റില്ല, വാക്വത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫ്യൂൽ ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തുന്നത്. റെഡി അല്ലേ? അത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. ഇൻലെറ്റ് മാനിഫോൾഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻലെറ്റ് മാനിഫോൾഡ് ആണ് ഈ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഇൻലെറ്റ് മാനിഫോൾഡ് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. ആ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വാക്വത്തിലൂടെ എന്ത് ചെയ്യുന്നു? പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂൽ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് എത്തിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്കിലേക്ക്, മറ്റൊരു ഫ്യൂൽ ടാങ്കിലേക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ടാങ്കിലേക്ക് ഫ്യൂൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, എഞ്ചിന്റെ ലെവലും ഫ്യൂൽ ടാങ്കിന്റെ ലെവലും എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ? എഞ്ചിന്റെ ലെവൽ മുകളിലും ഫ്യൂൽ ടാങ്കിന്റെ ലെവൽ താഴത്താണെങ്കിൽ നമുക്ക് എന്താക്കാം? ഈ വാക്വം, ഈ പ്രഷർ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വാക്വം ഫീഡ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഫ്യൂൽ ടാങ്കിൽ നിന്ന്
ഇൻലെറ്റ് മാനിഫോൾഡ് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നുമില്ലായ്മയാണ്. അപ്പൊ ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് പ്രഷറൈസർ ആയിട്ടുള്ള ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, ഒഴുകുന്നു. ആ ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫ്യൂവൽ ടാങ്കിലേക്ക് ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നു. അതിനനുസരിച്ച് പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സക്ഷൻ പൈപ്പിലേക്ക്, എഞ്ചിന്റെ സക്ഷൻ പൈപ്പിലേക്ക് ഫ്യൂവൽ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ വാക്വം ഫീഡ് സിസ്റ്റം. ദർ ഈസ് സെൻഡ് ഓഫ് കാർബറേറ്റർ ബൈ ഗ്രാവിറ്റി മെത്തേഡ്. it is sent to carburetor the gravity method അല്ലെ. ഗ്രാവിറ്റി മെത്തേഡിലൂടെ വീണ്ടും കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ എത്തിക്കുന്നു. ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആ ഒരു രീതിയാണ് നമ്മൾ വാക്വം ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. റെഡി അല്ലേ? തൊട്ടടുത്ത് നോക്കാം, പമ്പ് ഫീഡ് സിസ്റ്റം. നമ്മൾ കുറെ ആയി യൂസ് ചെയ്യുന്ന, പല സാഹചര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മോഡേൺ വണ്ടികളിലൊക്കെ പമ്പ് ഫീഡ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നോക്കുക, പമ്പ് ഫീഡ് സിസ്റ്റം, ദിസ് മെത്തേഡ് the petrol from the fuel tank is pumped by the pump അല്ലെ. അതായത് നോക്കൂ, നേരത്തെ വേഗത്തിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ സക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു പമ്പ് അല്ലെ, പമ്പ്ഡ് ബൈ എ പമ്പ്. അതായത് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഫ്യൂവൽ എത്തിക്കുന്നത്, ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ആ ഫ്യൂവലിനെ വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്, ഒരു പമ്പിന്റെ സഹായത്തിലൂടെയാണ്. നമ്മൾ കിണറുകളിലൊക്കെ മോട്ടോർ വെക്കുന്നത് പോലെ തന്നെ ഒരു പമ്പിന്റെ സഹായത്തിലൂടെയാണ് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിച്ചെടുക്കുന്നത്. ദ പമ്പ് മേ ബി മെക്കാനിക്കലി ഓർ ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ്. അപ്പൊ രണ്ട് രീതിയിലും ഈ പമ്പ് വർക്ക് ചെയ്യാറുണ്ട്. ഒന്ന് മെക്കാനിക്കലി വർക്ക് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ പമ്പ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ എന്ത് ചെയ്യുക, സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത്, in this method tank can be fixed at any place in the engine and the pump can the fuel from the tank അല്ലെ. ആലോചിച്ച് നോക്കുക, അതായത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ടാങ്കിനെ എവിടെ വേണമെങ്കിലും വെക്കാം. ഞാൻ നോക്കൂ, വണ്ടിയുടെ മുമ്പിൽ ഒരു എഞ്ചിൻ ഉണ്ട്, ടാങ്കിനെ ഞാൻ എന്ത് ചെയ്യാം, ബാക്കിലൊരു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് മാറിയിട്ട് ബാക്ക് ഭാഗത്ത് നിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, ഈ ഫ്യൂൽ ടാങ്ക് വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, പമ്പ് യൂസ് ചെയ്തിട്ട് നേരെ എഞ്ചിനിലേക്ക് ഫ്യൂവൽ എത്തിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എഞ്ചിൻ ഷുഡ് ബി പ്ലേസ്ഡ് ബിലോ ദ പെട്രോൾ ടാങ്ക്. ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിനെ പോലെ തന്നെ എഞ്ചിൻ ഫ്യൂൽ ടാങ്കിന്റെ താഴത്ത് വെക്കേണ്ട സാഹചര്യം വരുന്നില്ല. ഓക്കെ, പമ്പ് എവിടെ വേണമെങ്കിലും വെക്കാം. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ടാങ്ക് എവിടെ വേണമെങ്കിലും വെക്കാം. കാരണം എന്താ, നമ്മൾ പമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂവലിനെ സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫ്യൂവൽ ടാങ്ക് എവിടെ വെച്ചാലും ഇതിൽ പ്രശ്നമില്ലാതെ മനസ്സിലാക്കി വെക്കാം. ദ ഫ്യൂവൽ ക്യാൻ ബി സപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഈവൻ എനി ലെവൽ. അതായത് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഏതൊരു ടെറയിലൂടെ പോകുന്ന സമയത്തും നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഫ്യൂവല് കണ്ടിന്യൂസ്ലി ഡെലിവർ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കണ്ടീഷൻ നോക്കൂ, നമ്മുടെ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തില് ഞാനൊരു ഹില്ലി ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കാം. ബേസിക്കലി ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിലൂടെ ഒരു ഹില്ലി ഏരിയ, ഒരു ഭൂനിരപ്പിൽ നിന്ന് വലിയ ഒരു ഏരിയയിലൂടെ, ഹൈറ്റ് കൂടിയ ഏരിയയിലൂടെ പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി അതിന്റെ ഗ്രാവിറ്റി കുറയാറുണ്ട്. ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കുറവ്, മൈന്യൂട്ട് ആയിട്ടുള്ള പറഞ്ഞാൽ നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് കുറവ് കാണാറുണ്ട് അല്ലെ, ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫ്യൂൽ ഡെലിവറി കൂടുമോ കുറയുമോ? അത് കുറയാനുള്ള സാധ്യത കൂടുതലല്ലേ. കാരണം ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ് അവിടെ ചെറിയ രീതിയിൽ കുറയുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫ്യൂൽ ഡെലിവറിയും കുറയും. അതേപോലെ തന്നെ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ദ ഫ്യൂൽ ക്യാൻ ബി സപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഈവൻ എനി ലെവൽ. ഏതൊരു ലെവലിലും നമുക്ക് ഫ്യൂവലിനെ എന്താക്കാൻ പറ്റും, ഡെലിവറി ചെയ്യാൻ പറ്റും. ഏതൊരു ലെവലിലും നമുക്ക് ഫ്യൂവലിനെ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു പോയിന്റിലൂടെ പഠിച്ചിട്ടുള്ളത്. അടുത്തത്, there is no chance to catching fire. ഇതാ അതിന്റെ എഞ്ചിന്റെയും ഫ്യൂവൽ ടാങ്കിന്റെയും ആ ഒരു ഡിസ്റ്റൻസ് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പൊ കാച്ചിങ് ഫയർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ പമ്പ് ഫീഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? അതിന്റെ ഫിഗർ നോക്കാം. ഫ്യൂവൽ ടാങ്കും എഞ്ചിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസം നോക്കാം. എഞ്ചിൻ ഒരു മുമ്പിലുണ്ടാവും, ഫ്യൂവൽ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണുള്ളത്. അതിന്റെ ഭാഗത്തായിട്ട് പല ഭാഗങ്ങളുണ്ട്. ഫ്യൂവൽ ഫീഡ് പമ്പ് ഉണ്ടാവും, ഫിൽറ്റർ ഉണ്ടാവും, അത് ഹൈ പ്രഷർ പമ്പ്, ഹൈ പ്രഷർ പൈപ്പ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഫ്യൂവൽ പമ്പുകൾ പോലുള്ള പല ഏരിയകളിലൂടെയും കഴിഞ്ഞിട്ട് അതിന്റെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഫ്യൂവൽ ടാങ്കും ഫ്യൂവൽ എഞ്ചിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായതിനെ കൊണ്ട് കാച്ചിങ് ഫയർ ഒന്നും നമുക്ക് ഇവിടെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ആണ്. ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഇൻ ദിസ് മെത്തേഡ് ദ അറ്റോമൈസ്ഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡ്രോപ്ലെറ്റ് ഓഫ് ഫ്യൂവൽസ്, ചെറിയ ഡ്രോപ്ലെറ്റ് ഓഫ് ഫ്യൂവൽ ഇൻജക്റ്റഡ് ഇൻ ടു ദ കംപ്രസ്ഡ് എയറിലേക്ക്. ആലോചിച്ച് വെക്കുക,
ഈ ഫ്യൂവൽ എന്താ ചെയ്യുന്നത്? കംപ്രസ്ഡ് എയറിലേക്ക്, അറ്റോമൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ് ഓഫ് ഫ്യൂവൽസ് കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എയറിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കും. സോ ദ കോൾഡ് ഈസ് ഇഞ്ചക്ഷൻ സിസ്റ്റം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. ഡീസൽ ഇഞ്ചക്ടേഴ്സ് ആർ ബീങ് ഡൺ ബൈ മെത്തഡ് ഓൺലി. അതായത് ഇവിടെ സാധാരണ ഡീസൽ ഇഞ്ചക്ടേഴ്സ് ആണ് ഈ ഇഞ്ചക്ഷൻ സിസ്റ്റം യൂസ് ചെയ്യാറുള്ളത്. ഇഞ്ചക്ഷൻ സിസ്റ്റം മെജോറിറ്റി ഡീസൽ എഞ്ചിൻസ് ആണ്. ഇപ്പൊ നിലവിൽ പെട്രോൾ എഞ്ചിൻസിന്റെ ചെറിയ വകഭേദങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊന്നും നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ടതില്ല. ഓക്കെ, അപ്ഡേഷൻ വന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ പുതിയ നൂതന ടെക്നോളജികൾ വന്ന സമയത്ത് നമുക്ക് പെട്രോൾ എഞ്ചിനും ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഇഞ്ചക്ടർ ഫ്യൂൽ പമ്പുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ അതൊന്നും നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ടതില്ല. പക്ഷേ മുൻകാലങ്ങളിൽ ഇഞ്ചക്ഷൻ സിസ്റ്റം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്, ഒബ്വിയസ്ലി എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? നമ്മുടെ ഡീസൽ ഇഞ്ചക്ടേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യേണ്ടായിരുന്നത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അറ്റോമൈസ് ആയിട്ടുള്ള ഫ്യൂവല്, അതിൽ ചെറിയ ചെറിയ ബബിൾ ആയിട്ടുള്ള നേരോ ബബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂവല് നേരെ എന്തിലേക്ക് എത്തിക്കുക? നമ്മുടെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന മെത്തേഡ് ഇവിടെ ഡീസൽ ഇഞ്ചക്ടേഴ്സിലാണ് കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് നമ്മൾ ഏകദേശം നമ്മുടെ ഫ്യൂവലിന്റെ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം ഏകദേശം പഠിച്ചു. ഇഞ്ചക്ഷൻ സിസ്റ്റവും ഗ്രാവിറ്റിയും വാക്വവും പമ്പ് ഫീഡ് സിസ്റ്റം ഇഞ്ചക്ഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ്, വളരെ ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. റെഡി? അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്യൂവൽ ടാങ്ക്. നമ്മൾ ഓരോരോ ഭാഗങ്ങളിലേക്ക് എടുക്കാം. നമ്മൾ നേരത്തെ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം കഴിഞ്ഞു അല്ലെ? ഇപ്പൊ നേരത്തെ പഠിച്ചു പോയത് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം. ഇനി എവിടുന്നാണ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം വരുന്നത്? ഏതിലൂടെയാണ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റം പോകുന്നത്? ഈ ഫ്യൂവലിന്റെ ഡെലിവറിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? എഞ്ചിൻ വരെയുള്ള കോമ്പോണൻസുകളെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം തന്നെ നോക്കൂ, ഇവിടെ കോമ്പോണൻസ് ഓഫ് ഫ്യൂവൽ ടാങ്ക് അല്ലെ? ഫ്യൂവൽ ടാങ്കിന്റെ കോമ്പോണൻസ് ഒന്ന് നോക്കാം. ആദ്യം എന്തിനാണ് ഫ്യൂവൽ ടാങ്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം അല്ലെ? പ്രൈമറി പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂവൽ ടാങ്ക് എന്തിനാ? ഒരു മേജർ സ്റ്റോറേജ് ഓഫ് ഫ്യൂവൽ വേണ്ടിയിട്ടാണ്. നമ്മൾ വാക്വം സിസ്റ്റത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫ്യൂവൽ ടാങ്കുകളൊക്കെ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേജർ നമ്മുടെ എൻറ്റയർ ഫ്യൂവൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫ്യൂവൽ ടാങ്കിലാണ്. അതിൽ സബായിട്ട് നമ്മൾ ചില ടാങ്കിൽ യൂസ് ചെയ്യുന്ന നമ്മളൊരു മെയിൻ ഫ്യൂവൽ ടാങ്ക് ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കാറില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള, അതായത് ഓരോരോ എക്യുപ്മെന്റിനെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടാങ്കുകളും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി സ്റ്റോറേജ് ദ ലിക്വിഡ് ഫ്യൂവൽ, ഗ്യാസോലിൻ ഓർ ഡീസൽ ബോർഡ് ദ വെഹിക്കിൾ. അതായത് ഒരു വെഹിക്കിളിൽ അവിടെ ഉണ്ടാവുന്ന ലിക്വിഡ് ഫ്യൂവലിനെ സേഫ്ലി ആയിട്ട് സ്റ്റോറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യം വന്നിരുന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ബേൺ ആവും, നല്ല രീതിയിൽ കത്തി പടരാനുള്ള സാധ്യത ഉണ്ടായതിനെ കൊണ്ട് ഈ ഫ്യൂവൽ ടാങ്കിന്റെ പ്രത്യേകത ഇത് സേഫായിട്ട് സ്റ്റോറേജ് ചെയ്യണം. സേഫായിട്ട് സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ സേഫ്ലി സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്? പ്രൈമറി പർപ്പസ്. അതായത് ഫ്യൂവൽ ടാങ്കിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ സേഫ്ലി ആയിട്ട് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി അല്ലേ? തൊട്ടടുത്തത് മെറ്റീരിയൽസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നത്, അത് നമ്മൾ സംശയമൊന്നുമില്ല, കാരണം നമ്മൾ ഇത് അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസുകൾ എന്താ? കോമൺലി കൺസ്ട്രക്റ്റഡ് ഇൻ ഷീറ്റ് മെറ്റൽസ് അല്ലെ? നമ്മൾ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഹൈ ഡെൻസിറ്റി പോളി ആലോചിക്കുക, ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആലോചിച്ച് വെക്കാം, HDPE ആലോചിച്ച് വെക്കാം, അതിന്റെ ഫുൾ ഫോം ആലോചിച്ച് വെക്കാം. ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ ആലോചിച്ച് വെക്കുക. ഹൈ ഡെൻസിറ്റി ഫുൾ ഫോം പഠിച്ചിരിക്കാം. അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ രണ്ട് രീതിയിലാണ് ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ പോലുള്ള പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂവൽ ടാങ്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഫ്യൂവൽ ടാങ്കിന്റെ കോമ്പോണൻസുകൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫ്യൂവൽ ടാങ്കിന്റെ കുറച്ച് ബാക്കി കാര്യം കൂടി പഠിക്കാം. ബഫിൾ പ്ലേറ്റുകൾ നോക്കൂ. എന്താണ് ബഫിൾ പ്ലേറ്റുകൾ? നോക്കൂ, ഈ ഒരു ഫിഗറിൽ ഒരു ഫ്യൂവൽ ടാങ്കിന്റെ മെജോറിറ്റി ഓഫ് പാർട്ടുകൾ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇവിടെ ശ്രദ്ധിക്കുക, ബഫിൾ പ്ലേറ്റുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബഫിൾ പ്ലേറ്റുകൾ എന്നാ. ഞാൻ നോക്കാം, ഇവിടെ ഒരു ഫ്യൂവൽ ടാങ്കിന്റെ ക്രോസ് സെക്ഷൻ മുകളിൽ നല്ല സൈഡിൽ നിന്ന് കാണുന്ന രീതിയിൽ ഞാനൊരു ഫിഗർ വരയ്ക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഫ്യൂവലിനെ ആലോചിച്ച് വെക്കാം. ഒരു ഫ്യൂവലിനെ എന്ത് ചെയ്യാണ്? ഞാൻ എന്ത് ചെയ്യാണ്? ഒന്ന് ആഡ് ചെയ്യാണ്. ആലോചിച്ച് വെക്കാം, ഒരു ഫ്യൂവലിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൽ ആഡ് ചെയ്തു. കുറെ ഫ്യൂവൽ ഞാൻ ഒഴിച്ചു.
റെഡി. കുറെ ഫ്യൂവൽ ഞാൻ ഒഴിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഒരു ഏകദേശം ഒരു ഫുൾ ടാങ്ക് തന്നെ ഫ്യൂവൽ ഒഴിച്ചു. ഞാൻ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്യൂവൽ ഒരു നല്ലൊരു ഫ്യൂവലിനൊരു വെയിറ്റ് ഉണ്ടാവും, ഓൾമോസ്റ്റ് ഫ്യൂവലിനൊരു വെയിറ്റ് ഉണ്ടാവും. ഈ വെയിറ്റ് എവിടെ വന്ന് നിൽക്കുന്നു? ഈ രണ്ട് വാൾസിലും വന്ന് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ വന്നിട്ട് തട്ടും അല്ലെ. ഫ്യൂവൽ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം പോലുള്ള ലിക്വിഡ് പോലുള്ള സാധനമാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യും? വന്ന് രണ്ട് വാൾസിലും വന്ന് തട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു ഇന്റേണൽ പ്ലേസ് ഒരു ഇൻസൈഡിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഫ്യൂവൽ ടാങ്കിന്റെ ഉള്ളിൽ ഒരിക്കൽ കൂടി കാണിച്ചാൽ, ഈ ഫ്യൂവൽ ടാങ്കിന്റെ ഉള്ളില് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബഫിൾ പ്ലേറ്റുകൾ, അതായത് ഒരു ഡിസ്ട്രക്ഷൻ, അതിന്റെ ഒരു വൊബിളിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂവലിന്റെ ആ അങ്ങോട്ടുള്ള മൂവ്മെന്റ് തടയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് പ്ലേറ്റുകൾ വെച്ചു. ആ പ്ലേറ്റുകൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഫ്യൂവൽ നിറച്ചു. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്യൂവൽ ടാങ്കിന്റെ ഉള്ളിൽ ഇവിടെ നോക്കുക, പല രീതിയിൽ പല രീതിയിൽ ബഫിൾ പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബഫിൾ പ്ലേറ്റുകളിൽ പ്രത്യേകത, ബഫിൾ പ്ലേറ്റുകളിൽ ഫ്യൂവൽ വന്ന് തട്ടിയിട്ട് ഈ ഫ്യൂവൽ ടാങ്കിന്റെ വാൾസിലേക്ക്, അതായത് ഇതിന്റെ ഈ വാൾസിലേക്ക് വരുന്ന പ്രഷർ അല്ലെങ്കിൽ വന്ന് അടിക്കുന്ന ഇമ്പാക്ട് പ്രഷർ അവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ജനറലി അതാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ബഫിൾ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ടാങ്കിന്റെ ഇൻസൈഡിൽ നമ്മൾ കൊടുക്കുന്ന കുറച്ച് ബാരിയേഴ്സ് ആണ്. ഈ ബാരിയേഴ്സിനെ കൊണ്ട് യൂസേജ് ചെയ്യുന്നത്, എന്തിനാണ് ബാരിയേഴ്സ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാരിയേഴ്സ് കാരണം നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂവൽ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിന്റെ ഈ ജർക്കിങ്, ഫ്യൂവൽ വാൾസിൽ വന്ന് തട്ടുന്നുണ്ടാവുന്ന ആ ഇമ്പാക്ട് കുറയ്ക്കാനും അവിടെയുള്ള പ്രഷർ ജനറേഷൻ ഉണ്ടാകുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടി പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി കത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ബഫിൾ പ്ലേറ്റുകൾ യൂസ് ചെയ്യും. ഇന്റേണൽ പാർട്ട് ഓഫ് ഫിറ്റഡ് ഇൻസൈഡ് ദ ഫ്യൂവൽ ടാങ്ക് പ്രിവെന്റ് ദ ഫ്യൂവൽ സ്ലോഷിംഗ്, അതായത് മൂവ്മെന്റ് കുറയ്ക്കാൻ പറ്റും. അതിനാ പറഞ്ഞത് കോസ്ഡ് ബൈ സഡൻ ബ്രേക്കിംഗ് ആൻഡ് കോർണറിങ്ങും സഡൻ ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫ്യൂവലിന്റെ മൂവ്മെന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫ്യൂവൽ ടാങ്കിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട്, അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്കിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രഷർ ജനറേഷൻ ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള കണ്ടീഷൻ. അതിനെ നമ്മൾ പറയുന്ന പേര് ബഫിൾ പ്ലേറ്റുകൾ എന്നാണ്. ബഫിൾ പ്ലേറ്റ് ഒരിക്കൽ കൂടി ഇവിടെ കണ്ടു നോക്കാം. ഇതിനെയാണ്, അതായത് ഫ്യൂവൽ ടാങ്കിൽ ഉണ്ടാകുന്ന ഒരു ബാരിയേഴ്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ നേരോ ഹോൾസ് ഉണ്ടാവും, കാരണം ഫ്യൂവലിനെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നേരോ ഹോൾസുകൾ ഉണ്ടാവും. പക്ഷേ നല്ല രീതിയിലുള്ള സ്ലോഷിങ് സംഭവിക്കും. വലിയ രീതിയിലുള്ള കോർണറിങ് ചെയ്യുമ്പോൾ, ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മൂവ്മെന്റ് അവിടെ കുറഞ്ഞു കിട്ടും എന്ന് തന്നെ മനസ്സിലാക്കി വെക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്യൂവൽ ടാങ്ക് പഠിച്ചു. തൊട്ടടുത്തത് ഫ്യൂവൽ പമ്പുകളാണ്. ഫ്യൂവൽ പമ്പുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ആലോചിക്കുക. നല്ല പമ്പ് ഫീഡ് സിസ്റ്റം പറഞ്ഞതുപോലെ തന്നെ ഫ്യൂവൽ പമ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഫ്യൂവൽ പമ്പ് എന്തിനു യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ നമ്മുടെ എഞ്ചിനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ധർമ്മമാണ്. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ എഞ്ചിനിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ധർമ്മമാണ് നമ്മൾ ഫ്യൂവൽ പമ്പുകൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ ഈ ഒരു ഫ്യൂവൽ പമ്പിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂവൽ പമ്പിന്റെ ധർമ്മം ഏകദേശം അറിയാം. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ എഞ്ചിനിലേക്ക് എത്തിക്കുക. അതിലൂടെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഫ്യൂവൽ ടാങ്കും ഫ്യൂവൽ എഞ്ചിനും നല്ല രീതിയിൽ ഡിസ്റ്റൻസിൽ വെക്കാൻ പറ്റും. എവിടെ വേണം വെക്കാം, ഏത് പൊസിഷനിലും വെക്കാം. മുകളിൽ വെക്കാം, താഴെ വെക്കാം, വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാം. ഫ്യൂവൽ ടാങ്ക് ഫ്രണ്ടിൽ വെച്ചാൽ എഞ്ചിൻ ബാക്കിൽ വെക്കാം, ഫ്യൂവൽ ടാങ്ക് ബാക്കിൽ വെച്ചാൽ എഞ്ചിൻ മുമ്പിൽ വെക്കാം. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ധാരണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ പമ്പുകളെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തൊട്ടടുത്തുള്ള ഭാഗമാണ് ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വർക്കിംഗ് എന്താണെന്ന് നമ്മൾ പഠിക്കാം. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫ്യൂവൽ പമ്പുകളെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ പമ്പ് പെട്രോൾ എഞ്ചിൻസിലും ഫ്യൂവൽ ഡീസൽ പമ്പ് ഡീസൽ എഞ്ചിൻസിലും രണ്ടാണ്. ഫ്യൂവൽ പമ്പ് പെട്രോൾ എഞ്ചിൻസിലും ഉണ്ട്, അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻസിലും നമ്മൾ പമ്പ് കാണാറുണ്ട്. ഈ രണ്ട് കണ്ടീഷനുകളും പമ്പ് കാണാറുണ്ട്. ഒന്നാമത്തത് പെട്രോൾ ഫ്യൂവൽ പമ്പാണ്. പെട്രോൾ ഫ്യൂവൽ പമ്പ് ആലോചിച്ച് നോക്കുക. പെട്രോൾ ഫ്യൂവൽ പമ്പ്, a fuel pump used to transfer the fuel from the fuel tank through the filter and appropriate pressure to the float chamber and carburetor gasoline engine derived vehicle. അല്ലെ? അതായത് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ആലോചിച്ച് നോക്കുക. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് നേരെ നമ്മുടെ എവിടേക്ക്, കാർബറേറ്ററിലേക്കൊക്കെ, ഫ്യൂൽ ഫിൽറ്റർ ഒക്കെ വഴി കാർബറേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ പമ്പുകൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വേറൊരു വേർഡ് കണ്ടു. അവിടെ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഷറിൽ, അല്ലെ, അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഷറും കൂടി നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാം. പമ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു. ഈ പെട്രോൾ ഫ്യൂവൽ പമ്പിനെ രണ്ടായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പും അതുപോലെ തന്നെ SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പും. ഓക്കെ, SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് രണ്ടാണ്. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. കാരണം എക്സാമിന് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് അതേപോലെ തന്നെ SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യം തന്നെ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ ഡയഗ്രാം ആണ്. ആ ഡയഗ്രാം പ്രകാരം നമുക്ക് അതിനെ കുറച്ച് പാർട്ടുകൾ കാണാം. ഫ്യൂൽ ഇൻലെറ്റ് കാണാൻ പറ്റും, അതേപോലെ തന്നെ ഫ്യൂൽ ഔട്ട്ലെറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സക്ഷൻ വാൾവ്, ഈ ഒരു ഭാഗത്തിന് സക്ഷൻ വാൾവ്, വാൾവിന്റെ പൊസിഷൻ നോക്കുക. വാൾവ് എവിടെയാണ്? ഈ ഒരു റെഫറൻസിന്റെ താഴത്തേക്കാണ് വാൾവ് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ അതിന് താഴത്തേക്കാണ് വാൾവ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രഷർ വാൾവ് ഉണ്ട്, ഔട്ട്ലെറ്റ് വാൾവ് എന്ന് പറയാൻ പറ്റും. ഒരു റെഫറൻസിന്റെ മുകളിലേക്കാണ് വാൾവ് വരുന്നത്. രണ്ടിനും പ്രത്യേകത, ഒന്ന് താഴത്തേക്കാണെങ്കിൽ ഒന്നെന്താണ് മുകളിലേക്കാണ് വാൾവ് വരുന്നത്. ഒരു സ്ട്രെയിനർ കാണാൻ പറ്റും, ഒരു ചേംബർ, ഡയഫ്രം, ഇവിടെ ഒരു ഡയഫ്രം കാണാം, ഒരു പുൾ റോഡ്, ഡയഫ്രമായി കണക്ട് ചെയ്തിട്ട് ഒരു പുൾ റോഡ് ഉണ്ട്, ഒരു റിട്ടേണിംഗ് സ്പ്രിംഗ് ഉണ്ട്, ഒരു പിവറ്റ് ഉണ്ട്, റോക്ക് റാം, എസെൻട്രിക് ഓർ ക്യാം ഷാഫ്റ്റ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളുടെ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാൾവുകളുടെ, ഈ സക്ഷൻ വാൾവിന്റെയും പ്രഷർ വാൾവിന്റെയും പൊസിഷനിങ് ആണ്. എവിടേക്കാണ്, എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ നിൽക്കുന്നത്. സക്ഷൻ വാൾവ് നോക്കിക്കഴിഞ്ഞാൽ താഴേക്കും, പ്രഷർ വാൾവ് നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്കുമാണ് അതിന്റെ പൊസിഷൻ ഉള്ളത്. അതിനുശേഷം കാണുന്നത് പുൾ റോഡും ഡയഫ്രം തമ്മിലുള്ള കണക്ഷൻ ആണ്. പുൾ റോഡും ഡയഫ്രം തമ്മിലുള്ള കണക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഈ പുൾ റോഡ് പിന്നെ കണക്ട് ചെയ്യുന്നത് റോക്ക് റാമിലേക്കാണ്. ഒരു പിവറ്റ് വഴി റോക്ക് റാമിലേക്കും, റോക്ക് റാമിൽ നിന്ന് എസെൻട്രിക് ക്യാം ഷാഫ്റ്റിലേക്കും നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? അപ്പോ അതിന്റെ കണ്ടീഷൻസ് മനസ്സിലായി. ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി അടുത്ത് എങ്ങനെയാണ് ഈ ഒരു വാൾവ് പ്രവർത്തിക്കുന്നത്, AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഫ്യൂൽ ഫിൽട്ടർ വഴി ഫ്യൂൽ പമ്പിലേക്ക്, ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഫ്യൂൽ എന്ത് ചെയ്യുന്നു, ഫ്യൂൽ ഇന്ന് വഴി സ്ട്രെയിനർ വഴി നേരെ എവിടേക്ക് എത്തുന്നു, നമ്മുടെ സക്ഷൻ വാൾവിന്റെ തൊട്ട് മുകളിലായിട്ട് വന്ന് നിൽക്കുന്നു. ഓക്കെ, സക്ഷൻ വാൾവിന്റെ തൊട്ട് മുകളിലായി വന്ന് നിൽക്കുന്നു. അത് വന്ന് നിൽക്കണമെങ്കിൽ, ഞാനിവിടെ പറഞ്ഞതിപ്പോ വന്ന് നിൽക്കാൻ സിമ്പിൾ ആണ്. എങ്ങനെയാ വന്ന് നിൽക്കാൻ നോക്കാം അല്ലെ. വന്ന് നിൽക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു എസെൻട്രിക് ക്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റപ്പാണ്. എസെൻട്രിക് ക്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റപ്പാണ്. എന്താണ് എസെൻട്രിക് ക്യാം? അതിന്റെ ഷേപ്പ് ഒന്ന് നോക്കും. അതിന്റെ ഷേപ്പ് വരുന്നത് എങ്ങനെയാണെന്നാ, ഇങ്ങനെയല്ലേ അല്ലെ. ചെറിയ രീതിയിൽ ഒരു ഏരിയ, അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കി വരച്ചു കഴിഞ്ഞാൽ ഇതാ ഒരു ഏരിയയിലെ ഡയമീറ്റർ കുറവും അല്ലെങ്കിൽ ഒരു ഇത് കുറവും, ഇവിടെ ഇതിന്റെ ഡയമീറ്റർ കൂടി വരുന്നതും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിന്റെ ലെങ്ത്തും ഇവിടെയുള്ള ലെങ്ത്തും കൂടി വരുന്നതായി കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? ഈ എസെൻട്രിക്കും ഈ അതുപോലെ തന്നെ ഈ റോക്ക് റാമും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ വലിയ എൻഡ് ഇവിടെ വരുന്ന സമയത്ത് ആലോചിക്ക, വലിയ എൻഡ് ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് റോക്ക് റാം മുകളിലേക്ക് പൊങ്ങാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായല്ലോ? റോക്ക് റാം മുകളിലേക്ക് പൊങ്ങാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് പൊങ്ങുന്ന സമയത്ത് ഈ പിവറ്റ് ബേസ് ചെയ്തിട്ടാണ് റോക്ക് റാമും അതുപോലെ തന്നെ പുൾ റോഡിന്റെ ഈ കണക്ഷനും വന്ന് കണക്ട് ചെയ്യുന്നത്. അപ്പൊ പിവറ്റിനെ ബേസ് ചെയ്ത് നമ്മളൊരു സീസോ, എങ്ങനെയാ സീസോന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഒരു സീസോ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു സീസോ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സീസോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ ഒരു വ്യക്തി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു വ്യക്തി പൊങ്ങും അല്ലെ. ഇവിടെ ഉള്ള വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇവിടെ വെയിറ്റ് കുറവാണെങ്കിൽ മുകളിലേക്ക് പോകും. അതേപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൊങ്ങും. അതേപോലെ തന്നെ ഇവിടെയുള്ള കണ്ടീഷൻ എന്താ, ഇത് എസെൻട്രിക്കിന്റെ ഏറ്റവും ഡയമീറ്റർ കൂടുതലുള്ള ഭാഗത്തിൽ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ റോക്ക് റാമിന്റെ ഈ എൻഡ്, ലാസ്റ്റ് എൻഡ് മേലേക്ക് പൊങ്ങുമ്പോ ഇവിടെ നിന്നിട്ട് ഇതാ ഇങ്ങനെ, അതായത് ഇവിടെ ജസ്റ്റ് ഇതാ ഈ ഒരു ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതിനെ താഴേക്ക് വലിക്കുന്നു. ഇവിടെ പൊങ്ങുന്ന സമയത്ത് ഇവിടെ താഴേക്ക് വരയ്ക്കുന്നു. ഇതൊരു സീസോ കണക്ക് സെറ്റപ്പ് ആണെന്ന് മനസ്സിലാക്കി വെക്കും. താഴേക്ക് വരയ്ക്കുമ്പോ എന്തിനെ, പുൾ റോഡിനെ താഴേക്ക് വരയ്ക്കുന്ന സമയത്ത് ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നല്ല ഈ ഫിഗർ കാണുമ്പോൾ ബെൻഡാവും. ഓക്കെ, ബെൻഡാവുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുക, ബെൻഡാവുന്ന സമയത്ത് ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് ഒരു പ്രഷർ അല്ലെ, താഴത്തേക്ക് ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും. കാരണം ഈ ഡയഫ്രം താഴേക്ക് വലിഞ്ഞില്ലേ.
ആ സമയത്ത് നമ്മളുടെ സക്ഷൻ വാൾവിന്റെയും പ്രഷർ വാൾവിന്റെയും ആ പൊസിഷൻ വന്ന് നിൽക്കുക. പൊസിഷൻ എന്താ പറഞ്ഞാല് സക്ഷൻ വാൾവ് താഴത്തേക്ക് ആയതിനെ കൊണ്ട് ഇതൊന്നും കൂടി ഓപ്പൺ ആവും. അല്ലെങ്കിൽ സക്ഷൻ വാൾവ് താഴത്തെ ഈ റെഫറൻസ് വാൽവിന്റെ താഴത്തായതുകൊണ്ട് സക്ഷൻ വാൾവ് ഓപ്പൺ ആവുന്നു. ഈ എക്സോസ്റ്റ് പ്രഷർ വാൾവ് മുകളിലേക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് താഴത്തേക്ക് ഒരു സക്ഷൻ ഫോഴ്സ് കാരണം ഇത് ക്ലോസ് ആവുന്നു. അതായത് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും എക്സോസ്റ്റ് വാൾവ് ക്ലോസ് ആവുകയും ചെയ്യുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്യൂവൽ നേരെ ഈ വാൾവ് വഴി ഈ ചേംബറിലേക്ക് വന്ന് എത്തുന്നു. എത്തിയല്ലോ, ചേംബറിലേക്ക് എത്തിയല്ലോ. ചേംബറിലേക്ക് എത്തിയതിനു ശേഷം തൊട്ടടുത്ത നിമിഷം നമ്മളുടെ ഡയമീറ്റർ കുറഞ്ഞ ഭാഗം വീണ്ടും റോക്രാമുമായിട്ട് വന്ന് ടച്ച് ചെയ്യുന്നു. ഡയമീറ്റർ കുറഞ്ഞ ഭാഗം റോക്രാമുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ റോക്രാമ് താഴേക്ക് പോകും. അതേപോലെ തന്നെ താഴേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഫുൾ റോഡിന്റെ ഭാഗം മുകളിലേക്ക് പൊങ്ങുന്നു. റെഡി അല്ലേ? ബുള്ളോഡിന്റെ ഭാഗം മുകളിലേക്ക് പൊങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഉണ്ടാവുന്ന ഡയഫ്രം വീണ്ടും മുകളിലേക്ക് പൊങ്ങുന്നു, കുറച്ചും കൂടി മുകളിലേക്ക് പൊങ്ങുന്നു. മുകളിലേക്ക് പൊങ്ങുമ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് എന്തുണ്ട്, ഒരു പ്രഷർ നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് കാണുന്ന ഈ ഒരു വാൾവ്, ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള വാൾവ് മുകളിലേക്ക് പോയി ഈ ഒരു റെഫറൻസിൽ വന്നിട്ട് ടച്ച് ചെയ്ത് നിർത്തി ഇവിടെ ക്ലോസ് ആവുന്നു. അതേപോലെ തന്നെ താഴത്തുള്ള അല്ലെങ്കിൽ മുകളിലേക്ക് വരുന്ന പ്രഷർ വാൾവ് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഒന്നും കൂടി മുകളിലേക്കുള്ള പ്രഷറിൽ ഒന്നും കൂടി മേലേക്ക് വന്ന് ഓപ്പൺ ആവുന്നു. റെഡി? ആ സമയത്ത് എന്ത് ചെയ്യുന്നു, പുറമേക്ക് ഫ്യൂവൽ ഔട്ട് ടു കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ ഡെലിവർ ആവുന്നു. ഈ ഒരു പ്രോസസ്സാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന്റെ വർക്കിംഗ് എന്ന് മനസ്സിലാക്കി വെക്കുക. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഇത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്രോസസ്സ് നടക്കാൻ റിട്ടേണിംഗ് സ്പ്രിങ്ങിന്റെ ഒരു വർക്കിംഗ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഇങ്ങനെ പോയ സാധനത്തിന് ഡയഫ്രത്തിനെ തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ റിട്ടേണിംഗ് സ്പ്രിങ്ങിന്റെ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ബേസിക്കലി ഇതാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. ഇങ്ങനെയാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുക. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. The AC mechanical fuel pump is diaphragm type of fuel pump used in the carburetor പ്ലേറ്റ് എഞ്ചിൻസ് അല്ലെ, സോറി കാർബറേറ്റർ പെട്രോൾ എഞ്ചിൻസ് അല്ലെ. ആലോചിച്ച് നോക്കുക, AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പില് ഒരു ഡയഫ്രം, ആലോചിച്ച് നോക്കുക, ഡയഫ്രം ടൈപ്പ് ഫ്യൂവൽ പമ്പാണ്. ഒരു ഡയഫ്രം ടൈപ്പ് ഫ്യൂവൽ പമ്പാണ് യൂസ്ഡ് ഇൻ കാർബറേറ്റഡ് പെട്രോൾ എഞ്ചിൻ. കാർബറേറ്റർ ഉള്ള പെട്രോൾ എഞ്ചിൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഫ്രം ടൈപ്പ് ഫ്യൂവൽ പമ്പിനാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നത്. ഇറ്റ് സപ്ലൈസ് ഫ്യൂവൽ ഫ്രം ദ ഫ്യൂവൽ ടാങ്ക് ടു കാർബറേറ്റർ അറ്റ് ലോ പ്രഷർ. ഇറ്റ് സപ്ലൈസ് ഫ്യൂവൽ ഫ്രം ദ ഫ്യൂവൽ ടാങ്ക് ടു ദ കാർബറേറ്റർ. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് അറ്റ് ലോ പ്രഷറിൽ നമുക്ക് എന്ത് ഫ്യൂവൽ എത്തിക്കാൻ പറ്റും. ലൊക്കേഷൻ വരുന്നത് ആലോചിച്ച് നോക്കുക, ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഫ്യൂവൽ ടാങ്ക് ആൻഡ് കാർബറേറ്ററിന്റെയും ഫ്യൂവൽ ടാങ്കിന്റെയും ഇൻ ബിറ്റ്വീൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. യൂഷ്വലി മൗണ്ടഡ് ഓൺ ദ എഞ്ചിൻ ബ്ലോക്ക് ഓപ്പറേറ്റഡ് ബൈ ദ ക്യാം ഷാഫ്റ്റ് ആൻഡ് എസെൻട്രിക്. ആലോചിച്ച് നോക്കുക, ഇതിന്റെ ഈ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എഞ്ചിൻ ബ്ലോക്കിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എഞ്ചിൻ ബ്ലോക്കിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? അതിന്റെ വർക്കിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വായിച്ചു നോക്കുക. ദ ക്യാം ഷാഫ്റ്റ് മൂവ് ദ റോക്രാം. അതേപോലെ തന്നെ റോക്രാം പുൾ ദ ഡയഫ്രം ഡൗൺവേർഡ്. വാക്വം ക്രിയേറ്റഡ് ആൻഡ് ദ ഫ്യൂവൽ എൻറ്റർ ത്രൂ ദ ഇൻലെറ്റ് വാൾവ്. ദ സ്പ്രിംഗ് പുഷസ് ദ ഡയഫ്രം അപ്വേർഡ്. അതുപോലെ തന്നെ നമുക്കറിയാം ഫ്യൂവൽ ഈസ് ഫോഴ്സ്ഡ് ത്രൂ ദ ഔട്ട്ലെറ്റ് വാൾവ് ആൻഡ് കാർബറേറ്റർ. ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന്റെ കേസിലും നമുക്ക് പറയാനുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? അപ്പൊ നോക്കുക, AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് SU ഇലക്ട്രിക്കൽ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഭാഗം വരെ നിർത്തുകയാണ്. മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകളുടെ കേസിൽ നമ്മൾ അടുത്തത് SU ഇലക്ട്രിക്കലോ അതിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ പഠിക്കുന്നു. ഇതുവരെ പഠിച്ചിട്ടുള്ള ഫ്യൂവൽ ഫീഡ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ അതിന്റെ വർക്കിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഒരു സ്റ്റേറ്റ്മെന്റ് പോലുള്ള ക്വസ്റ്റ്യൻസുകളിൽ നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നല്ല രീതിയിൽ കാണാറുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഇതിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ആദ്യം തന്നെ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഒരു സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ റിലയബിൾ ഓപ്പറേഷൻ ആയിരിക്കും. അതിന്റെ ഓപ്പറേഷൻ റിലയബിൾ ആയിരിക്കും. വളരെ ഒരു സിമ്പിൾ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റും. ലോവർ മെയിൻ്റനൻസ് മതി.
അതുപോലെ തന്നെ നോ ഇലക്ട്രിക്കൽ പവർ റിക്വയർഡ്, അതായത് ഒരു നമ്മുടെ എഞ്ചിൻ അപേക്ഷിച്ചിട്ട് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, ക്യാം ഷാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പുറമേന്ന് ഒരു ഇലക്ട്രിക്കൽ സോഴ്സ് നമുക്ക് ഇതിന്റെ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സോഴ്സ് നമുക്ക് അവിടെ ആവശ്യമില്ല. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ എന്താ, സ്യൂട്ടബിൾ ഓൺലി ഫോർ ലോവർ പ്രഷർ ഫ്യൂൽ സപ്ലൈ, അതായത് ഒരു ലോവർ, നമ്മൾ പറഞ്ഞ ഒരു ലോവർ പ്രഷർ ഫ്യൂൽ സപ്ലൈക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് ഒരു ലോവർ പ്രഷർ ആയിട്ടുള്ള ഒരു ഫ്യൂൽ പമ്പിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡീബർച്ച് എന്ന് പറഞ്ഞാൽ ഹെവി വണ്ടികൾ, നമ്മൾ നല്ല രീതിയിൽ പ്രഷറൈസ് വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ കനോട്ട് ബി യൂസ്ഡ് ഇൻ മോഡേൺ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ്, അല്ലെ, ഒരു പുതിയ ഇപ്പൊ നൂതന വണ്ടികൾ ഇറങ്ങിയപ്പോൾ അവിടെ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പുകൾ നമ്മൾ ഇൻസ്റ്റഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. കാരണം ഇവിടെ ഒരു ലീൻ അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ ഫ്യൂൽ സപ്ലൈ ആണ് കൊടുക്കുന്നുള്ളത്. ഒരു മോഡേൺ ആയിട്ടുള്ള വണ്ടികൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡയഫ്രം മേ വിയർ ഓർ ലീക്ക് ഓവർ ടൈം, അത് നമുക്കറിയാം ഇതൊരു ഡയഫ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്നതാണ് ഡയഫ്രം ആണ്. ഈ ഡയഫ്രത്തിന് ചില സമയത്തിൽ ഹോൾസ് വരുന്ന സാധ്യത, അല്ലെങ്കിൽ ആ ഡയഫ്രത്തിന്റെ പഴക്കം മൂലം വണ്ടിയുടെ നല്ല രീതിയിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പഴക്കം മൂലം ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ ഇതിന്റെ പ്രഷർ, ഇതിൻ്റെ ഉള്ളിലുള്ള വേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു വെച്ചോളുക. കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ നമ്മൾ ഇത് കാണാറുണ്ട്, ഇത് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടി പറയാം, അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും, റിലയബിൾ ഓപ്പറേഷൻ ആയിരിക്കും, ലോ മെയിൻ്റനൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പവർ റിക്വയർഡ് ആവശ്യം വരുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ഓൺലി ലോ പ്രഷർ ഫ്യൂൽ സപ്ലൈ, ഒരു ചെറിയ ലോ പ്രഷർ ഫ്യൂൽ സപ്ലൈ ഉള്ള ഏരിയകളിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ മോഡേൺ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, ഒരു മോഡേൺ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഡയഫ്രം മേ ബി വിയർ ആൻഡ് ലീക്ക്, അല്ലെ, കുറേ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഡയഫ്രം വിയറും ലീക്കും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബേസിക്കലി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നമ്മുടെ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം, അല്ലെ. ആദ്യം തന്നെ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ദ വാൾവ് ഓഫ് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ വാൾവായിട്ട് യൂസ് ചെയ്യുന്നത് കാസ്റ്റ് ആണ്, ഒരിക്കലും ആയിരിക്കില്ല, അല്ലെ. ഒരു വാൾവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ ഒരു വാൾവായിട്ട് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ വെക്കാം ബാക്ക് ലൈറ്റ്, അതുപോലെ തന്നെ പേപ്പർ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇവിടെ സാധാരണ നമ്മൾ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ വാൾവായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, ബാക്ക് ലൈറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു ചോദ്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ വാൾവായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ക് ലൈറ്റുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്ക് ലൈറ്റുകളാണ് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ വാൾവുകളായിട്ട് യൂസ് ചെയ്യുന്നത്, ബാക്ക് ലൈറ്റുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, തൊട്ടടുത്തുള്ള ചോദ്യം, വാട്ട് ഇസ് ദ പ്രഷർ റേഞ്ച് ഓഫ് കിലോ പാസ്കലാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ പെട്രോൾ പൈപ്പ് ലൈൻ ബിറ്റ്വീൻ ഫ്യൂവൽ പമ്പ് ആൻഡ് കാർബറേറ്റർ, ഫ്യൂവൽ പമ്പും കാർബറേറ്ററും തമ്മിലുള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്യൂവൽ പമ്പും കാർബറേറ്ററും തമ്മിലുള്ള ഈ പൈപ്പ് ലൈനിൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എത്രയാണ്? AC മെക്കാനിക്കൽ ബേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രഷർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, C ആണ്. 20 മുതൽ 35 കിലോ പാസ്കലിലായിരിക്കും, 20 മുതൽ 35 കിലോ kPa കിലോ പാസ്കലിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ചോദ്യം അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന കിലോ പാസ്കൽ ഏതായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? തൊട്ട് അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ് ദ ഫോഴ്സ് ടു ഡ്രൈവ് ദ പമ്പ്. അതായത് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ബേസ് ചെയ്തിട്ട് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏത് ഫോഴ്സാ? ക്രാങ്ക് ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, ക്യാം ഷാഫ്റ്റ്, വി ബെൽറ്റ് ആയിരിക്കില്ല, ഡിഫറൻഷ്യൽ ആയിരിക്കില്ല, ക്രാങ്ക് ഷാഫ്റ്റ് അല്ല, ക്യാം ഷാഫ്റ്റ് ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ ക്യാം ഷാഫ്റ്റ് ആണെന്ന് നമുക്കറിയാം. കാരണം എസെൻട്രിക് ക്യാം ഷാഫ്റ്റ് ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെഡി? തൊട്ടടുത്തുള്ള ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്പ് ഇൻ ദ റിലീഫ് ഓഫ് എക്സസ് പ്രഷർ വിച്ച് ഈസ് ബിൽഡപ്പ്. അതായത് നമുക്കറിയാം ഡയഫ്രം ബേസ് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം ആയതുകൊണ്ട് ഇത് ഡയഫ്രം ബേസ് മൂലം ഉണ്ടാകുന്ന പ്രഷറുകൾ, അല്ലെ, ഡയഫ്രം മൂലം ഉണ്ടാകുന്ന പ്രഷറുകൾ നമുക്ക് റിലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. പുൾ റോഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഡയഫ്രം, റിട്ടേണിംഗ് സ്പ്രിംഗ് ഉണ്ട്, ക്യാം ഷാഫ്റ്റ് ഉണ്ട്, സെക്ഷൻ വാൾവ് ആയിരിക്കില്ല, ക്യാം ഷാഫ്റ്റ് ആയിരിക്കില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. പുൾ റോഡ് ഇവിടെ റിലീഫ് ചെയ്യാനാ ചോദിച്ചിട്ടുണ്ട്. റിലീഫ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഓപ്ഷൻ ബി തന്നെയാണ് പറഞ്ഞത്. ഡയഫ്രം റിട്ടേണിംഗ് സ്പ്രിംഗ് ആണ്. യെസ്, ഡയഫ്രം റിട്ടേണിംഗ് സ്പ്രിംഗ് ആണ്, ഓപ്ഷൻ ബി ആണ്
റൈറ്റ് ആൻസർ വരിക. റെഡി? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. ഇതൊക്കെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫ്യൂൽ ട്രാവൽ? ഫ്യൂൽ ട്രാവലിന്റെ കറക്റ്റ് സീക്വൻസ് ഓപ്ഷൻ എ ഫ്യൂൽ ടാങ്ക്, ഫ്യൂൽ പമ്പ്, ഫ്യൂൽ ഫിൽട്ടർ, കാർബറേറ്റർ. ടാങ്ക്, ഫിൽട്ടർ, പമ്പ്, കാർബറേറ്റർ, ഇത് രണ്ടും നമുക്കൊരു സംശയം നിൽക്കുന്ന കാര്യമാണ്. ഫ്യൂൽ ഫിൽട്ടർ നമുക്ക് ഒരിക്കലും വരില്ല, കാരണം ടാങ്ക് വഴിയാണ്. കാർബറേറ്റർ വരില്ല. ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം വരും. ഫ്യൂൽ ടാങ്ക്, ഫ്യൂൽ പമ്പ്, ഫ്യൂൽ ഫിൽട്ടർ. ഓപ്ഷൻ എ ആണ്, കാരണം ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഫ്യൂൽ പമ്പ് വഴിയാണ് ഫ്യൂൽ ഫിൽട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ കാർബറേറ്റർ, ഫ്യൂൽ പമ്പിന്റെ ഇടയിൽ ഫ്യൂൽ ഫിൽട്ടർ നമുക്ക് കാണാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തൊട്ടടുത്തിട്ടുള്ള AC എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പാണ്. SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് നോക്കൂ. SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പിനെ പറ്റി നോക്കാം. SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതായത് ഇതിന്റെ കോമ്പോണൻസുകളൊന്നും ആദ്യം പറയാം. നമുക്കിവിടെ ഒരു സോളിനോയിഡ് ഉണ്ട്. ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഇതിനാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് സോളിനോയിഡ്. അതുപോലെ തന്നെ ഒരു ഫ്രം ഇഗ്നീഷ്യൻ സ്വിച്ച് എന്ന ഒരു കോണ്ടാക്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്പ്രിങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ട്, ആർമച്ചർ കാണാൻ പറ്റുന്നുണ്ട്, ഫ്യൂവൽ ഇൻ ഉണ്ട്, സെക്ഷൻ വാൾവ്, അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൾവ്, ഇവിടെ ഒരു ചേംബർ കാണാൻ പറ്റുന്നു, പമ്പിംഗ് ചേംബർ, ഇതൊരു ഡയഫ്രം നമുക്ക് കാണാൻ പറ്റും. റെഡി? അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു കോണ്ടാക്ട് ബ്രേക്കർ. ഇതൊരു കോണ്ടാക്ട് ബ്രേക്കർ ആണെന്ന് മനസ്സിലാക്കുക. കോണ്ടാക്ട് ബ്രേക്കർ. റെഡി? അപ്പൊ അതിന്റെ വർക്കിംഗ് ഒരിക്കൽ കൂടി വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ വർക്കിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ പൾസേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഇഗ്നീഷ്യൻ സ്വിച്ച് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇത് ഇഗ്നീഷ്യൻ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ചെയ്യും. ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് ഈ ഒരു സോളിനോഡിലൂടെ കടന്നു വരുന്ന സമയത്ത് ഈ സോളിനോഡുകൾ എന്തായി മാറുന്നു? മാഗ്നറ്റുകളായിട്ട് ആക്ട് ആവുന്നു, മാഗ്നറ്റുകളായിട്ട് മാറുന്നു. ഈ സോളിനോഡുകൾ എന്തായി മാറുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റുകളായിട്ട് മാറുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ആർമച്ചറിനെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? അപ്വേർഡ് ഡയറക്ഷനിൽ അട്രാക്ട് ചെയ്യുന്നു. ആർമച്ചറിനെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അപ്വേർഡ് ഡയറക്ഷനിൽ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആർമച്ചറും ഈ ഡയഫ്രം തമ്മിലുള്ള കണക്ഷൻ സെയിം ആയതിനെ കൊണ്ട്, അല്ലെങ്കിൽ ആർമച്ചർ ആൻഡ് ഡയഫ്രം മ്യൂച്വലി കണക്റ്റഡ് ആയിക്കൊണ്ട് ഈ ആർമച്ചർ പോകുന്ന സമയത്ത് ഡയഫ്രം മുകളിലേക്ക് പോവുകയും തന്മൂലം ഈ കമ്പഷൻ ചേമ്പറിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു. ആ പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇല്ലറ്റ് വാൾവിലൂടെ ഫ്യൂവല് നമ്മുടെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തുന്നു. ഓക്കെ, ആ കംപ്രഷൻ ചേമ്പറിൽ എത്തുന്ന സമയത്ത് ആർമച്ചർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പുൾ റോഡ് ഉണ്ട്. ആ പുൾ റോഡ് നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സീസ പോലെ ഒരു പിവറ്റ് പോലെ ഒരു ഭാഗമുണ്ട്. ഇത് നോക്കൂ, ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഭാഗം താഴോട്ട് വരും. ഇവിടെ ഈ രണ്ട് കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റുകൾ നമ്മൾ ടച്ച് ആവുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആർമച്ചർ സോളിനോട് കറണ്ട് സംഭവിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആർമച്ചറിനെ മുകളിലേക്ക് വലിക്കുന്നു. ആർമച്ചറിനെ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ജസ്റ്റ് ഇങ്ങനെ വന്ന് ടച്ച് ആവുന്നു. ഓക്കെ, ആ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് അവിടെ ടച്ച് ആവുന്ന സമയത്ത് ഇതിലൂടെ ഉണ്ടാകുന്ന കറണ്ടിനെ ആ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് എന്താക്കുന്നു? ന്യൂട്രലൈസ് ആക്കി മാറ്റുന്നു, കറണ്ടിനെ ഇല്ലാതെയാക്കുന്നു. തന്മൂലം സോളിനോയിഡിൽ ഉണ്ടാവുന്ന കറണ്ട് പ്രവാഹം നിലയ്ക്കുന്നു. ആ കറണ്ട് പ്രവാഹം നിലയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റ് പോകുന്നു. മാഗ്നറ്റിക് എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നേരത്തെ മുകളിലേക്ക് വലിച്ചിട്ടുള്ള സാധനങ്ങൾ സ്പ്രിങ്ങിന്റെ ഫംഗ്ഷൻ മൂലം, റിട്ടേണിംഗ് സ്പ്രിങ്ങിന്റെ ഫംഗ്ഷൻ മൂലം, കാരണം മാഗ്നറ്റിക് എഫക്റ്റ് പോയല്ലോ, റിട്ടേണിംഗ് സ്പ്രിങ്ങിന്റെ എഫക്റ്റ് മൂലം താഴേക്ക് പതിക്കുന്നു. ഈ വാൾവുകൾ, അതായത് ഇൻലെറ്റ് വാൾവ് ഒരു നോൺ റിട്ടേൺ വാൾവാണ്, ഒരു ഭാഗത്തേക്ക് ഇത് പോകുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു? തന്മൂലം ഡയഫ്രം താഴേക്ക് പുഷ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന, ഇങ്ങോട്ട് എന്തായാലും പോകില്ല കാരണം ഇതൊരു നോൺ റിട്ടേൺ വാൾവാണ്, ഇങ്ങോട്ട് മാത്രമേ പോകുള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? നേരെ ഔട്ട്ലെറ്റിലേക്ക് പറക്കുന്നു, അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആയി കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് ഫ്ലോ ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഒരു SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്. അണ്ടർ ദി ഫോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഫോഴ്സിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മെക്കാനിസങ്ങളാണ്. ഒന്ന് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, ക്യാം ഷാഫ്റ്റിന്റെ വർക്കാണ്. രണ്ട് SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്, ഒരു എന്തിന്റെ റിലേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ പവറിന്റെ റിലേഷൻ. നമുക്കൊന്നുകൂടി നമ്മളിതുവരെ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നോക്കാം അല്ലെ. ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. SU ഇലക്ട്രിക്കൽ പമ്പ്
ഈസ് എ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡയഫ്രം ടൈപ്പ് പമ്പാണ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞു. പമ്പ് യൂസ് ടു പെട്രോൾ എഞ്ചിൻസ് ആർ ഡ്രോ ഫ്യൂൽ ഫ്രോം ദ ഫ്യൂൽ ടാങ്ക് ടു സപ്ലൈ കാർബറേറ്റർ അറ്റ് ലോ പ്രഷർ. ഓക്കെ, അറ്റ് ലോ പ്രഷറിലാണ് ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് കൊടുക്കുന്നത്. വർക്കിംഗ് നോക്കാം. വെൻ ദ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ കറണ്ട് ഫ്ലോ ദ ഇലക്ട്രോമാഗ്നറ്റ്, അതായത് നമ്മുടെ സോളിനോഡിലൂടെ കിടക്കുന്ന ഇലക്ട്രോമാഗ്നറ്റ് പുൾ ദ ഡയഫ്രം. ഈ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സോളിനോഡാണ്. കാരണം സോളിനോഡിലൂടെ കറണ്ട് പ്രവഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആയി മാറും. അതുകൊണ്ടാണ് അവിടെ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോമാഗ്നറ്റ് പുൾ ദ ഡയഫ്രം ക്രിയേറ്റിംഗ് സക്ഷൻ. ഫ്യൂൽ ഈസ് ഡ്രോൺ ഫ്രം ദ ടാങ്ക് ത്രൂ ദ ഇൻലെറ്റ് വാൾവ്. ഇൻലെറ്റ് വാൾവ് എന്ന് പറഞ്ഞാൽ നോൺ റിട്ടേൺ വാൾവ് ആണ് നമ്മൾ പറയാം. ദ കോൺടാക്ട് പോയിന്റ്സ് ഓപ്പൺ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിവിടെ കോൺടാക്ട് പോയിന്റ്സ് ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രവഹിക്കുക എന്നാണ് അർത്ഥം. ഞാൻ നേരത്തെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് നോക്കുക, ഇവിടെ രണ്ട് കോൺടാക്ട് പോയിന്റുകൾ തമ്മിൽ ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രവഹിക്കുക. ഇങ്ങനെയാണ് ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പ്രവഹിക്കുകയാണ്. കട്ട് ഓഫ് കറണ്ട് ഏതാ ഇലക്ട്രോമാഗ്നറ്റ്, അതായത് കോൺടാക്ട് പോയിന്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിലെ കറണ്ട് കട്ട് ഓഫ് ചെയ്യുന്നു. ദ റിട്ടേണിംഗ് സ്പ്രിംഗ് പുഷസ് ദ ഡയഫ്രം, അതായത് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിട്ടേണിംഗ് സ്പ്രിംഗ് എന്ത് ചെയ്യുന്നു, ഡയഫ്രത്തെ താഴോട്ട് പുഷ് ചെയ്യുന്നു. ഫ്യൂലിന്റെ ഫോഴ്സ് ത്രൂ ദ ഔട്ട്ലെറ്റ് വാൾവ് ഈസ് കാർബറേറ്റർ, അതായത് നമ്മുടെ ഇൻലെറ്റ് വാൾവ് നോൺ റിട്ടേൺ വാൾവ് ആയതുകൊണ്ട് എക്സോസ്റ്റിലൂടെ കാർബറേറ്ററിലേക്ക് ഫ്യൂൽ എത്തുന്നു. ദ സൈക്കിൾ റിപ്പീറ്റ് ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് ദ കണ്ടിന്യൂസ് ഫ്യൂൽ സപ്ലൈ. കണ്ടിന്യൂസ് ഫ്യൂൽ സപ്ലൈക്ക് ഫ്യൂൽ എന്ത് ചെയ്യുന്നു, ഡെലിവർ ആവുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി, നമ്മൾ പറഞ്ഞതൊക്കെ ഏകദേശം റെഡിയാണ്. അതിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. അഡ്വാൻറ്റേജ് പ്രൊവൈഡ് എ സ്റ്റഡി ഫ്യൂൽ സപ്ലൈ. ഒരു വൃത്തിയുള്ള സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫ്യൂൽ സപ്ലൈ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോ എഞ്ചിൻ ഡ്രിവൺ മെക്കാനിസം റിക്വയർഡ്, അതായത് നമുക്ക് ഇത് ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയതിനെ കൊണ്ട് ഇവിടെ ഒരു മെക്കാനിക്കൽ ക്യാം ഷാഫ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. ക്യാം ഷാഫ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. ഈസി സ്റ്റാർട്ടിംഗ് ആണ്, എസ്പെഷ്യലി ആഫ്റ്റർ ലോങ് പീരീഡ് നോൺ യൂസ്. അതായത് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് യൂസ് ചെയ്യാതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കോമ്പാക്ട് ആൻഡ് റിലയബിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാൻ ബി മൗണ്ടഡ് ക്ലോസ് ടു ദ ഫ്യൂൽ ടാങ്ക്. അല്ലെ, നമുക്ക് ഫ്യൂൽ ടാങ്കിന്റെ എടുത്ത് എന്ത് ചെയ്യണ്ട, ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാല് ഡിപ്പെൻഡ്സ് ഓൺ ദി ബാറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റവുമായിട്ട് ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കോണ്ടാക്ട് പോയിന്റ് മേ ബി വിയർ ഓർ ഓവർ ടൈം. കുറെ കാലം കഴിഞ്ഞാൽ കോണ്ടാക്ട് പോയിന്റ് എന്ത് ചെയ്യും, ഇത് വിയർ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. മോർ എക്സ്പെൻസീവ് ദാൻ മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെക്കാളും ഇലക്ട്രിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് ഒരു എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ബേസിക്കലി രണ്ടിനെയും മെറിറ്റും ഡിമെറിറ്റും പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പഠിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് എനർജി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ഡയഫ്രം ഓഫ് SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്. SU ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഫ്യൂൽ എനർജി ആയിരിക്കില്ല, ഹൈഡ്രോളിക് ആയിരിക്കില്ല, സോളാർ അല്ല, ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് അല്ലെ. ഓപ്ഷൻ സി ആണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. തൊട്ടടുത്ത് വിച്ച് സിസ്റ്റം എക്സ്പീരിയൻസ് വേപ്പർ ലോക്കിംഗ് ഇൻ ദ ഫ്യൂൽ സിസ്റ്റം. ഫ്യൂൽ സിസ്റ്റത്തിൽ വേപ്പർ ലോക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏതാണ്? AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്, ബോത്ത് AC മെക്കാനിക്കൽ SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്. ഇവിടെ വേപ്പർ ലോക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അതാണ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ് അല്ലേ. അവിടെ വേപ്പർ ലോക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയതിനെ കൊണ്ട് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു വേപ്പർ ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, അടുത്തത് in which system the pump starts to operate immediately as the ignition is switched on. നോക്കൂ, ഏത് സിസ്റ്റത്തിലാണ് പമ്പ് സ്റ്റാർട്ട്, അതായത് വണ്ടിയുടെ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം തന്നെ തൊട്ടടുത്ത് തന്നെ ഫ്യൂൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് സിസ്റ്റത്തിലാണ് ഫ്യൂൽ പമ്പിന്റെ കൂടെ തന്നെ ഇഗ്നിഷൻ സ്വിച്ചിന് ഓൺ ആക്കുന്നത്, അതേ കൂടെ തന്നെ നമ്മളുടെ എന്ത് കൂടുന്നത്, ഇമ്മീഡിയറ്റ്ലി ഇത് ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്താവുന്നത്, പമ്പ് ഓൺ ആകുന്നത്. AC മെക്കാനിക്കൽ ആണോ, SU ഇലക്ട്രിക്കൽ ആണോ, ബോത്താണോ, അതുകൊണ്ട് മെക്കാനിക്കൽ. നോക്കൂ, SU ഇലക്ട്രിക്കൽ അല്ലേ. കാരണം എന്താ SU ഇലക്ട്രിക്കൽ എന്ന് പറയാൻ കാരണം AC മെക്കാനിക്കൽ ആയില്ല. കാരണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ക്യാം ഷാഫ്റ്റ് വേണം. അപ്പൊ ഇത് രണ്ടെണ്ണം കൂടി ആവില്ല, ഉറപ്പാണ്. മെക്കാനിക്കൽ പമ്പ് നമ്മൾ ഓൾറെഡി ഇത് വരൂല എന്നറിയാം. ഓക്കെ, അപ്പൊ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ AC മെക്കാനിക്കൽ
പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ക്യാം ഷാഫ്റ്റ് വേണം. SU ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റം മതി. അതുകൊണ്ട് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കുക. റെഡി? തൊട്ടടുത്ത ചോദ്യം, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ ഡയഫ്രം റിട്ടേൺ സ്പ്രിംഗ് ഹെൽപ്പ് ടു ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ദ എക്സാക്ട് പ്രഷർ റേഞ്ച്. എക്സാക്ട് പ്രഷർ റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ടെൻഷനെ കൊണ്ട് നമുക്ക് ഒരു എക്സാക്ട് പ്രഷർ റേഞ്ച് ഉണ്ടാവില്ല. അത് ആൻസർ സ്റ്റിഫ്നെസ് തന്നെയാണ്. കാരണം സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ അതിൻ്റെ ഒരു എക്സാക്ട് പ്രഷർ റേഞ്ച് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ മെക്കാനിക്കലിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, സ്റ്റിഫ്നെസ് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് അതിൻ്റെ ആക്സസറി ഫ്യൂൽ സിസ്റ്റം പഠിച്ചു. ഇനി നമുക്ക് കാർബറേറ്റർ പഠിക്കാനുണ്ട്, അതിൻ്റെ ഭാഗങ്ങൾ. അതിന് മുമ്പേ കാർബറേറ്റർ പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് എയർ ഫ്യൂൽ റേഷ്യോ കാർബറേറ്ററിലേക്ക് എത്തുന്ന, ഇപ്പം ഫ്യൂവലിന് റിലേറ്റഡ് ആണെങ്കിൽ ഇനി എയർ ഫ്യൂൽ റേഷ്യോ കൂടി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു.